ഹായ്, എല്ലാവർക്കും മീനു മോഹൻ PSC ടിപ്സിലേക്ക് സ്വാഗതം. എല്ലാവരും ചാനൽ വാച്ച് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും വേണം. ചാനലിൽ ചെറിയ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. നിങ്ങൾ വാച്ച് ചെയ്യുന്നതും സബ്സ്ക്രൈബ് ചെയ്യുന്നതും ഫോളോ ചെയ്യുന്നതുമാണ് ചാനലിൽ കൂടുതൽ വീഡിയോകൾ ഇടാൻ വേണ്ടി എന്നെ പ്രോത്സാഹിപ്പിക്കുന്നത്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയുമായി റിപ്പീറ്റായി ചോദിച്ചു വരുന്ന PSC ചോദ്യോത്തരങ്ങളാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഇന്ത്യൻ ഭരണഘടന എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഒരു ജനാധിപത്യ രാജ്യത്തിലെ അടിസ്ഥാന നിയമസംഹിത എന്താണ്? ഒരു ജനാധിപത്യ രാജ്യത്തിലെ അടിസ്ഥാന നിയമസംഹിത എന്താണ്? ഭരണഘടന എന്നുള്ളതാണ്. ഭരണഘടന രണ്ട് തരത്തിലുണ്ട്: ലിഖിത ഭരണഘടന, അലിഖിത ഭരണഘടന. ഭരണഘടന എത്ര തരത്തിലുണ്ട്? ലിഖിത ഭരണഘടന, അലിഖിത ഭരണഘടന, എഴുതപ്പെട്ട ഭരണഘടന, എഴുതപ്പെടാത്ത ഭരണഘടന. ലിഖിത ഭരണഘടനയിൽ ഏറ്റവും വലുത് ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയാണ് ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും വലുത്. ഇന്ത്യയുടെ ഭരണഘടനയാണ് ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും വലുത്. ലിഖിത ഭരണഘടനയിൽ ഏറ്റവും ചെറുത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയാണ്? അമേരിക്കൻ രാജ്യത്തിൻ്റെ ഭരണഘടനയാണ് ലിഖിത ഭരണഘടനയിൽ ഏറ്റവും ചെറുത്. ലിഖിത ഭരണഘടനയിൽ ഏറ്റവും പഴക്കമുള്ള ഭരണഘടന ഏതാണ്? അമേരിക്കയുടെ ഭരണഘടനയാണ് ലിഖിത ഭരണഘടനയിൽ ഏറ്റവും പഴക്കമുള്ളത്. അലിഖിത ഭരണഘടനയുള്ള മറ്റ് രണ്ട് രാജ്യങ്ങൾ ഏതാണ്? അലിഖിത ഭരണഘടനയുള്ള രണ്ട് രാജ്യങ്ങളാണ് ബ്രിട്ടൻ, ഇസ്രയേൽ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ്? ഇന്ത്യ. ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം ഏതാണ്? ഗ്രീസ്. ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം ഗ്രീസ്. ആധുനിക ജനാധിപത്യത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ബ്രിട്ടൻ. ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഗ്രീസ്. പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ ആലയം എന്നറിയപ്പെടുന്നത് സ്വിറ്റ്സർലാൻഡ്. ഡയറക്റ്റ് ഡെമോക്രസി എന്നറിയപ്പെടുന്നത് സ്വിറ്റ്സർലാൻഡ്. ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത രാജ്യം ഏതാണ്? ബ്രിട്ടൻ. ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത രാജ്യം ബ്രിട്ടൻ. ലിഖിത ഭരണഘടന നിലവിൽ വന്ന ആദ്യ രാജ്യം അമേരിക്ക. ലിഖിത ഭരണഘടന നിലവിൽ വന്ന ആദ്യ രാജ്യം ഏതാണ്? അമേരിക്ക. 1989 1789 ലിഖിത ഭരണഘടന നിലവിൽ വന്ന ആദ്യത്തെ രാജ്യം അമേരിക്ക. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ആരാണ്? ജെയിംസ് മാഡിസൺ. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ജെയിംസ് മാഡിസൺ. ഇന്ത്യക്ക് സ്വന്തമായി ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി MN റോയ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ആരാണ്? MN റോയ്. ഇന്ത്യൻ പാട്രിയോട്ടി എന്ന പത്രത്തിലൂടെയാണ് MN റോയ് ഈ ആശയം മുന്നോട്ട് വെച്ചത്. അപ്പോൾ MN റോയ് ഇന്ത്യക്ക് ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ഇന്ത്യൻ പാട്രിയോട്ടി എന്ന പത്രത്തിൽ കൂടിയാണ്. ഇന്ത്യക്ക് സ്വന്തമായി ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടി. ഇന്ത്യക്ക് ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച പാർട്ടി ഏതാണ്? സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ ആരെല്ലാമാണ്? CR ദാസ്, മോത്തിലാൽ നെഹ്റു. CR ദാസ്, മോത്തിലാൽ നെഹ്റു എന്നിവരാണ് സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ. ഇന്ത്യക്കൊരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി ചർച്ച ചെയ്ത INC സമ്മേളനം ഏതാണ്? 1935 ബോംബെ സമ്മേളനം. ഈ ബോംബെ സമ്മേളനത്തിന്റെ അധ്യക്ഷനാരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ഔദ്യോഗികമായി ചർച്ച ചെയ്ത INC സമ്മേളനം ഏതാണ്? ഫൈസാപൂർ സമ്മേളനം 1937. അധ്യക്ഷനാരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ഇത്രയും ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. PSCയിൽ റിപ്പീറ്റായി പല എക്സാമുകളിലും ചോദിച്ചു വന്നിരിക്കുന്നതാണ്. നമ്മൾ ഭരണഘടനയിൽ പ്രധാനമായി വരുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഭരണഘടന വേണമെന്ന് ആദ്യമായി പറഞ്ഞത് MN റോയ് ആണ് പറഞ്ഞത്. അദ്ദേഹം ഇന്ത്യൻ പാട്രിയോട്ടിക് എന്ന പത്രത്തിൽ കൂടിയാണ് പറഞ്ഞത്. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് പറഞ്ഞ പാർട്ടി ഏതാണ്? സ്വരാജ് പാർട്ടിയാണ്. ഈ സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകരാരാണെന്നാണ് ചോദ്യം. CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യമാണ്, ഇന്ത്യക്കൊരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ചർച്ച ചെയ്യപ്പെട്ട ആദ്യത്തെ INC സമ്മേളനമാണ്. അവിടെ ചർച്ച മാത്രമാണ് നടന്നത്. അങ്ങനെ ഇന്ത്യക്കൊരു ഭരണഘടന വേണമെന്ന് ചർച്ച ചെയ്യപ്പെട്ട ആദ്യത്തെ സമ്മേളനം ഏതാണ്? 1935 നടന്ന ബോംബെയിൽ വെച്ച് നടന്ന
INC സമ്മേളനമാണ്. 1935 ബോംബെയിൽ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ചർച്ച നടന്നത്. അതിൻ്റെ INC സമ്മേളനത്തിൻ്റെ, അതായത് ഈ ബോംബെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പോൾ ചോദിക്കുന്ന 1935